ഉസ്താദുമാരെ മേത്തൊക്കെ കുതിര കയറിയാല്, ഉസ്താദുമാരെ രണ്ട് തെറി പറഞ്ഞാല്, ഓലെ വെല്ല് വിളിച്ചാല് ഹെയറിൽ കയറാന്നും അതുപോലെ വൈറലാകാന്നൊക്കെ ചിന്തിക്കുന്ന ചില താത്താമാരുണ്ട്. ആരൊക്കെ ആളെ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീൻ എടുത്ത് പുറത്തെടുത്ത സമയത്ത് ആ ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അതുകൊണ്ട് പറയട്ടെ, ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊയ്യാമാരൊക്കെ എന്തുകൊണ്ട് മീനെ കഴിക്കുന്നു? മീനിന് നീ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്, നിനക്ക് തന്നെ മനസ്സിലാവും. അത് ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുമ്പോൾ അത് തല്ലി തന്നെയാണ് ചാവുന്നത്. അതിന്റെ വാലും തലയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് അത് മരിക്കുന്നത്. അപ്പം ഈ ചത്തുപോകല്ലേ ചെയ്യുന്നത്? ഈ പറയുന്ന മൂല്യന്മാർ എന്തിനാണ് അതിന് കഴിക്കുന്നത്? ഈ ഒരു ചോദ്യം കുറെ കാലം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തിട്ട് അലക്കാറുണ്ട്. ഇവള് കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ അലക്കുന്ന ഉസ്താദുമാർക്ക് യൂട്യൂബ് ചാനൽ പറ്റും, അന്യ സ്ത്രീകളെ കാണാൻ പറ്റും, അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഉസ്താദുമാരെ ഞാൻ വെല്ലുവിളിക്കും. ഇതിനുള്ള മറുപടി അവർ തരേ. മത്സ്യം ചത്താൽ അത് തിന്നാൻ പാടുണ്ടോ? ഇസ്ലാമിൽ ചത്തതിനെ തിന്നൽ ഹറാമല്ലേ, അത് ഹലാലല്ലല്ലോ. ഫസ്റ്റ് ഇസ്ലാം ഒന്ന് പഠിച്ചിട്ട് വാ. ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും എന്താണ് അതിൽ എഴുതി വച്ചിട്ടുള്ളതൊക്കെ, എന്താണ് മഹാന്മാർ അയിമ്മത്ത് എഴുതി വച്ചിട്ടുള്ളതൊക്കെ പഠിച്ചിട്ട് ഇസ്ലാമിനെ ട്രോളാൻ വാ. അതല്ലാതെ പഠിക്കാതെ വന്നിട്ട് ഞാൻ ഉസ്താദുമാരെ വെല്ലുവിളിക്കുന്നു, യൂട്യൂബിൽ ഉസ്താദുമാർ പ്രസംഗിക്കുന്നില്ലേ, ഉസ്താദുമാർ അന്യ പെണ്ണിനെ കാണുന്നില്ലേ, മറുപടി കൊടുക്കുന്നില്ലേ, അതൊക്കെ ഇസ്ലാമിൽ തെറ്റല്ലേ? ഉസ്താദുമാർ ദീനാണ് പറഞ്ഞു കൊടുക്കുന്നത്, മനസ്സിലായോ? തെറ്റ് കണ്ടാ പറയും. അത് ഇജി ചെയ്താലും പറയും, ഞാൻ എൻ്റെ മൂത്താപ്പ ചെയ്താലും പറയും, മനസ്സിലായോ? പിന്നെ മത്സ്യം അത് ചത്തതായാലും അത് കൊന്നതായാലും ഇസ്ലാമിൽ 3 സാധനം ചത്താൽ നജസല്ല. ഒന്ന് വെട്ടുകിളി, ഒന്ന് മത്സ്യം കൊന്നതാണെങ്കിലും സ്വയം ചത്തതാണെങ്കിലും അതിനെ തിന്നൽ ഇസ്ലാമിൽ ഹലാലാണ്, അത് ഹറാമൊന്നുമില്ല. ഇത് കുറേ മൂക്കറ്റം തിന്ന് കയറ്റിയിട്ടാണല്ലോ അത് പറയുന്നത്. ഒരുപാട് തിന്ന് ഇങ്ങനെ കുറേ മൂക്കറ്റം കയറ്റി അവസാനമാണ് ഓൾക്ക് ഇതിങ്ങനെ വരുന്നത്. അങ്ങനെ ഇതിപ്പോൾ ഹലാലല്ലല്ലോ, ഇതിപ്പോൾ മീൻ തിന്നൽ ഹലാലല്ല. ഒരുപാട് തിന്ന് കയറ്റി ഏമ്പക്കം വിട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇതിങ്ങനെ വരുന്നത്. എന്താ ചെയ്യണേ? എന്നിട്ട് ഉസ്താദുമാർ മേത്തേക്ക് കുതിര കയറുക, വല്ല ദിക്റും ചൊല്ലി കുത്തർന്നോ, അതുണ്ടാവും നാളെ ആഖിറത്തിൽ. അപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ ശരി.